ചാള പുഴുങ്ങിയത് ട്രൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇപ്പോൾ വെയിലൊക്കെ അല്ലേ, ഇപ്പോൾ ആർക്കും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം വീട്ടിൽ തന്നെ ഇരുന്നിട്ടൊരു തണുപ്പിക്കുന്ന ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട് കസ്റ്റർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കസ്റ്റാർഡ് ബേക്കേഴ്സിൻ്റെ കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 500 ml പാലായതുകൊണ്ട് തന്നെ ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ വാനില പൗഡർ, ആ ഒരു കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവറിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള പൗഡർ അവൈലബിൾ ആണ് കേട്ടോ. സ്ട്രോബെറി ഫ്ലേവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള, അത് ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്കിഷ്ടം ഇവിടെ വാനിലയാണ്, അതുകൊണ്ട് ഞാൻ വാനില യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ടേസ്റ്റും കൂടുതൽ വാനിലയ്ക്ക് തന്നെയാണ് മറ്റതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ 3.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം ഞാൻ പാലെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുള്ള പാലിലേക്ക് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പൗഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കട്ട പിടിച്ച് നാശമായി പോകും, നമുക്ക് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയായി പോകും. അപ്പോൾ ഞാൻ ആ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന പാൽ തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അത് ഫസ്റ്റ് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം ആ പാലിൽ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഇട്ടിട്ട് പിന്നെ അത് കുറുക്കിയെടുക്കാനും എളുപ്പമായിരിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ ആകെ ഈ ലംസ് ഒന്നും വരില്ല, നന്നായി ഡൈല്യൂട്ടായി പോവും. പിന്നെയെന്ന് പറഞ്ഞാൽ അത് കോൺഫ്ലവർ അല്ലേ, ചൂടിലിട്ട് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ തന്നെ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിട്ടില്ല, മൊത്തം കട്ട പിടിച്ച് ആകെ നാശമായി പോകും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ പാലൊഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തവിടെ വെക്കണത്. ഇനി പാല് നമുക്ക് നന്നായി തിളപ്പിക്കാം. പാല് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മളതിലേക്ക്, പാല് നന്നായി തിളച്ചിട്ടുണ്ട്, ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്കൊരു ഏകദേശം 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്രയാണോ എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട്. ചിലർക്ക് മധുരം വേണ്ടി വരില്ല, ചിലവർക്ക് മധുരം നന്നായിട്ട് വേണം. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായി അതിൽ ഡൈല്യൂട്ടായതിന് ശേഷം വേണം നമ്മൾ ഈ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഡൈല്യൂട്ടാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലുത്ത് പോകണം, അതിൽ നന്നായി ഇളക്കി കൊടുക്കുക. കാരണം അടിയൊന്നും പിടിക്കാൻ പാടില്ല. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കോൺഫ്ലവർ ആ പൗഡർ ആഡ് ചെയ്താൽ വരെ നമ്മൾ നന്നായി ഇളക്കിയിടണം. അപ്പോൾ പഞ്ചസാരയുടെ ഇതൊക്കെ നന്നായി പോയിട്ടുണ്ട്, നന്നായി അലുത്തും പാല് നന്നായി മിക്സ് ആയിട്ടുണ്ട്. സോ നമുക്കിനി കോൺഫ്ലവർ പൗഡറിൻ്റെ മിക്സ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കും, അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നാലും അടിയിൽ കട്ട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് ചേർക്കാൻ. ഇനി കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് ആഡ് ചെയ്തു, നന്നായി മിക്സ് ചെയ്യുക. വീണ്ടും കുറച്ച് ആഡ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്താലാണ് കട്ട പിടിക്കാണ്ടൊക്കെ ആവുള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറുക്കൊക്കെ ഉണ്ടാക്കണ കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു ഇത് വരെ അതുപോലെ നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കുറച്ചൊരു തിക്കായിട്ട് വരില്ലേ, അതുപോലെ ആ കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഏകദേശം നന്നായി ഇളക്കി ഒരു 10 മിനിറ്റ്സ് ഒക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഫുള്ളായിട്ട് കുറേ ഇങ്ങനെ കാണിക്കണില്ല, കാരണം കുറേ നേരം കാണിച്ച് നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം, കട്ടയൊന്നും പിടിക്കാൻ പാടില്ല. അപ്പോൾ നന്നായി ഒരു മീഡിയം ഫ്ലെയിമിൽ, നന്നായി ലോ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെയും നമ്മളിത് തണവ് ആറാൻ വേണ്ടിയിട്ട് വെക്കണം. കുറുക്ക് പോലെ ഒന്ന് ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തുക കേട്ടോ, വല്ലാണ്ട് കുറുകണ്ട. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ ബനാനയാണ്. അപ്പോൾ ബനാന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കാഷ്യൂനട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊമോഗ്രാനൈറ്റ്, പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായ മാമ്പഴം. അപ്പം നമുക്ക് മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടായതൊക്കെ എടുക്കാം. ഇപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സ്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയ പപ്പായ ഉണ്ടെങ്കിൽ പപ്പായ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രൂട്ട്സ് ഇപ്പോൾ
മോസ്റ്റ് പുറത്ത് വാങ്ങിക്കണ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും പോയ്സൺ എന്നാണ് എല്ലാവരും പറയണത് എന്നല്ല, എല്ലാം വിഷം അടിച്ച് വരണതാണ്, കേട് വരാണ്ടിരിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം മാക്സിമം നമ്മുടെ വീട്ടിലുള്ള പഴം, അതുപോലെ മാങ്ങ ഉണ്ടെങ്കിൽ മാമ്പഴം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ വേറെ എന്തെങ്കിലും പപ്പായ അവൈലബിൾ ആണെങ്കിൽ പപ്പായ ഇട്ട് കൊടുക്കുക, അത് മാത്രമാണെങ്കിലും മതി. പിന്നെ ഈ ഓറഞ്ച്, തണ്ണിമത്തൻ അങ്ങനെയുള്ള നന്നായി വെള്ളം, വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി മൊത്തത്തിൽ അങ്ങോട്ട് പോകും. പിന്നെ ഞാൻ ലാസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ നട്ട്സും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ വയ്ക്കുക. ചിലർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തണവാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോണത്. നന്നായി തണുത്തതിന് ശേഷം വേണം ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ തന്നെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്.